നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 380. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണ പ്രണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 14-ാം അധ്യായം തുടങ്ങുകയാണ്. 1-ാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാചാം. ശ്ലോകം 1-2 ഒപ്പം പോകും. ഭൃഗ്വാദയസ്തേ മുനയോ ലോകാനാം ക്ഷേമദർശിനാം ഗോപ്തര്യസതി വൈ ന്യൂനം പശ്യന്ത പശുസാമ്യതാം വീരമാതരമാഹൂയ സുനീധാം ബ്രഹ്മവാദിനാം പ്രകൃത്യ സമ്മതം വേനം അഭിഷ്യഞ്ചൻ പതിം ഭുവാ. അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എന്താ? ഈശ്വരൻ്റെ പ്രസാദം കഴിച്ചിട്ട് തന്നെയാണ് അൺപർജ ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ടായി. പക്ഷേ അത് ദുഷ്ടമനസ്സുള്ളവനായിരുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് കാര്യകാരണ സഹിതം വേദാന്തത്തിനെ മാനിക്കുക എന്നല്ലാണ്ട് വേദാന്തത്തിൻ്റെ പുറത്ത് ഒരു ജീവിതമില്ല നമുക്ക് സത്യത്തിൽ. അപ്പോൾ 14-ാമത്തെ അധ്യായം 1-2 ശ്ലോകം. ഇനി അതിൻ്റെ വാക്കാർത്ഥ പറഞ്ഞത്, ലോകങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം നമ്മളെന്നാണ് പറഞ്ഞത്. ഓരോരുത്തരും ഭൃഗു മുതലായ ആ മുനിമാർ രക്ഷകൻ ഇല്ലാതിരിക്കുന്ന സമയം മനുഷ്യരുടെ മൃഗതുല്യതയെ കാണുന്നവരായിട്ട്, അതായത് രാജാവിൻ്റെ അഭാവത്തിൽ വേദജ്ഞന്മാരായ അവർ വേദത്തെ പഠിച്ചിട്ടുള്ള കൗശലം അറിയുന്നവരാവുക കാരണം വീരമാതാവായ സുനീതയെ വിളിച്ചിട്ട് പ്രകൃതികൾക്ക് സമ്മതനല്ലാത്ത വേനനെ ഭൂമിപതിയായിട്ട് അഭിഷേകം ചെയ്തു എന്നാണ്. അതായത് രാജാവ് മരിച്ചു, ഇപ്പം മകൻ ദുഷ്ടനാണ്, പക്ഷേ രാജാവ് ആക്കാണ്ട് നിവൃത്തിയില്ല. ഇറ്റ് ഈസ് ഹിസ് റൈറ്റ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വരണം? വൈരാഗ്യം വരണം. അത് വരൂല. എന്നാൽ കുറച്ചു കാലം അയാൾ രാജാവ് ആക്കിയിട്ട് ഇനി വരാൻ പോണത് എന്താ? ഋഷീശ്വരന്മാർ ക്രോധം സഹിക്കാണ്ട് ഹുങ്കാരം കൊണ്ട് ഇവനെ വധിക്കും. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനത് മുൻകൂട്ടി പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 2 ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. മൈത്രേയൻ പറഞ്ഞു, 14-ാം അധ്യായത്തിൽ വേനൻ്റെ അധർമ്മ്യമായ രാജപരിപാലനത്തെ വർണ്ണിക്കണം. ലോകക്ഷേമത്തെ ജ്ഞാനദൃഷ്ട്യ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൃഗു ആദികളായ ആ മുനിമാർ രാജ്യത്തിൽ മര്യാദയെ നിലനിർത്തുവാനായിട്ട് രാജാവില്ലാതെ വന്നാൽ ബാലന്മാർ ദുർബലന്മാരെ ആക്രമിക്കുകയും ധനധാന്യാദികളെ അപഹരിക്കുകയും ചെയ്യുവാൻ ഇടവരുമ്പോൾ മനുഷ്യരുടെ ആചാരം മൃഗങ്ങളുടെ ആചാരം പോലെ നികൃഷ്ടമായി വരും. ഏറെക്കുറപ്പോൾ നമ്മുടെ ഇടയിൽ ഇപ്പം അങ്ങനെയാണ്, ഒരു നികൃഷ്ടജന്മമായിട്ടാണ് എല്ലാവരും കാണുന്നത്, അല്ലേ? അതാണ് കുട്ടികളെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും കൂടി മയക്കുമരുന്നിന് അടിമകളാവുക, കള്ളു കുടിക്കുക, കഞ്ചാവ് വലിക്കുക, സിനിമ സ്റ്റൈലിൽ പൊതുസ്ഥലത്ത് വെച്ച് കാമക്രീഡകൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേനനെ പോലുള്ള ആൾക്കാർ ഉണ്ട് ഈ ലോകത്തിൽ, മനുഷ്യരില്ലേ? അപ്പോൾ അവരേനൊക്കെ സജ്ജനങ്ങൾക്ക് പൊറുതി മുട്ടുമ്പോൾ ഹുങ്കാരം കൊണ്ട് വധിക്കുന്നു പറഞ്ഞാൽ ഈ ശാപം പറഞ്ഞൊന്നുണ്ട്. അതെങ്ങനെയാണ്? നടക്കാൻ പാടില്ലാത്ത നടക്കുമ്പോൾ ഒരു ദീർഘശ്വാസം വരും, നിശ്വാസം, അത് ശാപമായിട്ട് മാറും. അതാണ് ഇവിടെ പറയുന്നത്.
ആചാരം പോലെ നികൃഷ്ടമായി വരും എന്നാലോചിച്ചിട്ട് ശാസ്ത്രമര്യാദയെ അനുസരിച്ചുകൊണ്ട്, അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഭക്തിയുണ്ട്, ശാസ്ത്രമര്യാദ ഇല്ല. അപ്പോൾ അനുകരണ ഭക്തി കൊണ്ട് കാര്യമില്ല എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷേ എന്താ ചെയ്യുക? അതാണ് ശാസ്ത്രമര്യാദയെ അനുസരിച്ചുകൊണ്ട് രാജാവിനെ നിശ്ചയിപ്പാൻ ഉറച്ചു. ബാല്യം മുതൽക്ക് തന്നെ ദുരാചാര തൽപരനായ വേനൻ രാജാസനത്തിൽ, അതായത് സിംഹാസനത്തിൽ വസിപ്പാൻ യോഗ്യനല്ലെന്ന് രാജ്യവാസികൾക്കെല്ലാം അറിയാം, അഭിപ്രായമുണ്ട്. എങ്കിലും രാജ്യത്തിന് അവകാശമുള്ള ഒരുവനെ, അതാണ് ബൈ ബർത്ത് അല്ലേ, രാജ്യത്തിന് അവകാശമുള്ള ഒരുവനെ ആ സ്ഥാനത്തിൽ നിന്ന് പെട്ടെന്ന് അകറ്റുന്നതും രാജ്യത്തിൽ കലഹകാരണമായി വരുമെന്നുള്ള ദീർഘദർശനം ചെയ്തിട്ട് അവൻ്റെ മാതാവായ സുനീതയോടുകൂടി ആലോചിച്ച് സമ്മതം വാങ്ങിയ ശേഷം, അപ്പോൾ രാജ്ഞി, മഹാരാജാവിൻ്റെ രാജ്ഞി എന്നുള്ള നിലയ്ക്ക് അവർക്ക് ചില പവർക്കുണ്ട്. അപ്പോൾ അവരുടെ സമ്മതം വാങ്ങണം. അതാണ് സമ്മതം വാങ്ങിയ ശേഷം വേനനെ തന്നെ രാജ്യത്തിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ശ്ലോകം. ശ്രുത്വാ നൃപാസനഗതം വേനം അത്യുഗ്രശാസനം നിലില്യോർദർശ്യവത്സദ്യാ സർപ്പത്രസ്ഥായ വാഘവാം. അതികഠിനമായ ശാസനത്തോടു കൂടിയ, അങ്ങനെയുണ്ട്, അതികഠിനമാവാൻ പാടില്ല. ശാസനം എങ്ങനെ? ചൊല്ലിക്കോട്, തല്ലിക്കോട്, തള്ളിക്കോട്, അങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പോൾ വേനനെ രാജാസനത്തിൽ വന്നതായി കേട്ടിട്ട് കള്ളന്മാർ സർപ്പത്തിൽ നിന്ന് ഭയപ്പെട്ട എലികളെന്ന പോലെ ഉടനെ ഒളിച്ചു. കാരണം ഇയാൾ മന്ത്രിമാരായിട്ട് ക്ഷേമാന്വേഷണമൊന്നും ചോദിക്കില്ല. തെറ്റ് ചെയ്തോ തൂക്കിലേറ്റാൻ പറയും. അതാണ് കഠോരെന്ന് വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. അതികഠിനമായി ദണ്ഡിക്കുന്ന സ്വഭാവത്തോടു കൂടിയ വേനൻ രാജ്യത്തിൽ രാജാവായിരിക്കുന്നുവെന്ന വർത്തമാനം അറിഞ്ഞപ്പോൾ അന്യോപദ്രവകാരികളായ കൊള്ളക്കാർ മുതലായ ദുഷ്ടന്മാർ സർപ്പത്തിൽ നിന്ന് ഭയപ്പെട്ട എലികൾ അവയുടെ മാളത്തിൽ ചെന്ന് ഒളിക്കുന്നത് പോലെ പുറത്ത് സഞ്ചരിക്കാതെ അവിടെ ചെന്ന് ഒളിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അടുത്തത് നാലാമത്തെ ശ്ലോകം. സ ആരൂഢ നൃപാസ്ഥാന ഉന്നദ്ധോ അഷ്ടവിഭൂതിഭി അവമേനേ മഹാഭാഗാം സ്തബ്ധ സംഭാവിത സ്വതാം. സ്വഭാവത്താൽ തന്നെ താൻ ഉന്നതനെന്ന് വിചാരിക്കുന്നവനും, അവിടെയാണ് ഈ പ്രശ്നം. ഇതിനാണ് അഹങ്കാരം എന്ന് പറഞ്ഞത്. അറിവില്ലായ്മ എന്നും പറയാം, അഹങ്കാരം എന്നും പറയാം. അറിവില്ലായ്മയും ശരിയാണ്, അഹങ്കാരവും ശരിയാണ്. അപ്പോൾ സ്വഭാവത്താൽ തന്നെ താൻ ഉന്നതനെന്ന് വിചാരിക്കുന്നവനും ഗർവിഷ്ഠനുമായ അവൻ ആരോഹണം ചെയ്യപ്പെട്ട രാജാസനത്തോടു കൂടിയവനും അഷ്ടൈശ്വര്യങ്ങളാൽ മര്യാദയെ അതിക്രമിച്ചവനുമായിട്ട് മഹാന്മാരെ അപമാനിച്ചു. അവിടെയാണ് ദോഷം വരുന്നത്. മഹാന്മാരെ അപമാനിക്കരുത്. അങ്ങനെയാണ് നടക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ജന്മം മുതൽക്ക് തന്നെ തന്നെത്താൻ വലിയവനെന്ന് വിചാരിക്കുന്ന. അപ്പം നമ്മളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ അങ്ങനെ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റുക. കാരണം എന്താ? ഈശ്വരന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഈശ്വരൻ തൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മളെ നിയന്ത്രിക്കണമെന്നുള്ളത് മനസ്സിലാക്കാതെ കണ്ട് ഈശ്വരനെ ഞാനാണ് നയിക്കണത് എന്നൊരു തെറ്റിദ്ധാരണ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇതേപോലെയുള്ള പോക്കണംകേടുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഗർവിഷ്ഠനായ വേനൻ ഇപ്പോൾ രാജാസനത്തിൽ പ്രവേശിച്ചത് കൊണ്ട് അഷ്ടൈശ്വര്യങ്ങളോട് കൂടിയവനായി ഭവിച്ചതിനാൽ അഹംഭാവത്തിന് അതിരില്ലാതെയായി. അഹംഭാവത്തിന് അതിരില്ലാതെ കണ്ടായാൽ നരകം ഫലം എന്നാ പറയാം. വർണ്ണാശ്രമധർമാദികളെ അതിക്രമിക്കാതിരിക്കുന്ന മര്യാദക്കാരെ അപമാനിച്ചു തുടങ്ങി. മര്യാദക്കാരെ അവമാനിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രാജാവിനെ പോലെ വേനനെ പോലെ ദുഷ്ടനായിട്ടുള്ള ആൾക്കാരോട് ഉപദേശിക്കാൻ പോയാൽ അടിച്ച് എന്താണെന്നാ പറയുക, എന്താ പറയും, അടിച്ച് ചെപ്പിക്കുറ്റി അല്ലേ,
തെറിപ്പിക്കുന്നതൊക്കെ പറയും. അങ്ങനെ ആവരുത്. 5-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ഏവം മദാന്ധ ഉത്സിക്തോ നിരങ്കുശൈവദ്യുപ പര്യടൻ രഥമാസ്തായ കമ്പയന്നിവരോധസി. 6-ാമത്തെ ശ്ലോകം ഒപ്പം പോകണം. 6. നയഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാ ക്വചിത് ഇതി ന്യവാരയദ്ധർമ്മം ഭേരി ഘോഷേണ സർവതാ. ഈ രണ്ടുപേർക്കും കൂടിയിട്ട് അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്രകാരം മര്യാദയെ അതിക്രമിച്ചവനും മതത്താൽ അന്ധനുമായിട്ട് കെട്ടഴിച്ചു വിട്ട ആനയെന്ന പോലെ, അതായത് മതം പൊട്ടിയ ആനയെന്ന പോലെ രഥത്തിൽ ഇരുന്നിട്ട് ഭൂമിയെയും ആകാശത്തെയും വിറപ്പിക്കുന്നവനെന്ന പോലെ സഞ്ചരിക്കുന്നവനായിട്ട്, ഹേ ബ്രാഹ്മണരെ, ഒരിടത്തും യജിക്കരുത്, ദാനം ചെയ്യരുത്, ഹോമിക്കരുത് എന്ന് ഭേരിഘോഷത്താൽ എല്ലാ ദിക്കുകളിലും ധർമ്മത്തെ മുടക്കിന. ധർമ്മത്തെ മുടക്കി എന്താ ഉണ്ടാവുക? ദേവന്മാർ കോപിക്കും. ദേവന്മാർ കോപിച്ചാൽ എന്താ ചെയ്യുക? ഈ ജഗദീശ്വരനോട് പറയും. ജഗദീശ്വരനപ്പോൾ അവതാരം എടുത്തിട്ട് ദോഷം ചെയ്യുന്നവരെ കൊല്ലേണ്ടി വരും. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. സദാചാരത്തെയും ശാസ്ത്രനിശ്ചയത്തെയും, നിശ്ചയിക്കുന്നതല്ല ശാസ്ത്രനിശ്ചയത്തെയും അതിക്രമിക്കുന്ന അവൻ രഥത്തിലിരുന്ന് ചങ്ങല കഴിച്ചുവിട്ട മത്തഗജത്തെ പോലെ സർവത്ര സഞ്ചരിക്കുകയും ഭൂമിയെയും ആകാശത്തെയും വിറപ്പിക്കുകയും ചെയ്യുന്നവനായിട്ട്, ഹേ ദ്വിജന്മാരെ, നിങ്ങൾ ഇനിമേൽ യജനം, ദാനം, ഹോമം മുതലായ കർമ്മങ്ങളെ ഒരു കാലത്തും ഒരു ദിക്കിലും ചെയ്തു പോകരുത് എന്ന് ഭേരിഘോഷം ചെയ്ത് ധർമ്മം മുടക്കിയെന്ന പറഞ്ഞത്. ഇനി 7-ാമത്തെ ശ്ലോകം. വേനസ്യാവേക്ഷമുനയോ ദുർവൃത്തസ്യ വിചേഷ്ടിതം വിമൃശ്യ ലോകവ്യസനം കൃപയോജൂസ്മസ്ത്രീണാം. ദുഷിച്ചിരിക്കുന്ന പ്രവൃത്തിയോടുകൂടിയ വേനൻ്റെ വ്യാപാരത്തെ കണ്ടിട്ട് മുനിമാർ സമ്മേളനം ചെയ്തിട്ട് ലോകത്തിൻ്റെ വ്യസനത്തെ ആലോചിച്ചിട്ട് കരുണയോടുകൂടെ പറഞ്ഞു. എന്താ പറഞ്ഞതെന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ. ഈ പറഞ്ഞതിൻ്റെ ഭാവാർത്ഥത്തിൽ എങ്ങനെ പറയാം? ദുർവൃത്തനായ വേനൻ സദാചാരത്തെ മുടക്കിയതുകൊണ്ട് സജ്ജനങ്ങൾ ക്ലേശിച്ചിരിക്കുന്നതിനെ അറിഞ്ഞ മുനിമാർ എല്ലാവരും സംഘം ചേർന്ന് കരുണയോടുകൂടെ ഈ വിധം പറഞ്ഞു. ലോകത്തിൽ സങ്കടം നേരിടുമ്പോൾ വിചാരകുശലന്മാരായ സജ്ജനങ്ങൾ കൂടി ചേർന്ന് ദുഃഖനിവാരണ മാർഗത്തെ ആലോചിക്കുന്നത് പുരാണകാലം മുതൽക്കേ സമ്പ്രദായമാണെന്ന് സൂചിപ്പിക്കുന്നവനാണ് സ്മ എന്നുള്ള അവ്യയം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ശ്ലോകം 8. അതെന്താ? അഹോ ഉഭയത പ്രാപ്തം ലോകസ്യ വ്യസനം മഹത് ദാരുണ്യുഭയതോ ദീപ്തേ ഇവ തസ്കരപാലയോ. തസ്കരന്മാർ രാജ്യം പരിപാലിക്കാൻ തുടങ്ങിയാൽ എന്താ ഉണ്ടാവുക? ശാന്തി സമാധാനം നഷ്ടം വരും. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കുക. കാഷ്ടം, അതായത് മരം, വിറക് രണ്ടു ഭാഗത്തിൽ നിന്നും കത്തുമ്പോൾ എന്ന പോലെ അല്ലേ? ഒരു മരക്കഷ്ണം രണ്ടു ഭാഗത്തു നിന്നും കത്താൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? എവിടെ പിടിക്കുക നമ്മൾ? കള്ളന്മാരിൽ നിന്നും രാജാവിൽ നിന്നും ലോകത്തിന് മഹത്തായ ദുഃഖം പ്രാപ്തം രണ്ടു ഭാഗത്തിൽ നിന്നും വന്നു ചേർന്നു. കഷ്ടം എന്നാ ഒരു ഭാഗത്തു കൂടെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. താഴത്തു നിന്നും മുകളിൽ നിന്നും ഒപ്പം കത്തിക്കാളുന്ന മരത്തിൻ്റെ മധ്യവർത്തികളായ ജന്തുക്കൾക്ക് നേരിടുന്ന കഷ്ടമെന്ന പോലെ ചോരാതി ദുഷ്ടന്മാരിൽ നിന്നും രാജാവിൽ നിന്നും ഒരുപോലെ സജ്ജനങ്ങൾക്ക് മഹത്തായ സങ്കടം നേരിട്ടിരിക്കുന്നു. മഹാകഷ്ടം. സജ്ജനങ്ങൾക്ക് കഷ്ടം എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, രാജ്യത്തിൽ സാത്വിക ഗുണമുള്ളവരില്ലാതെ ഉണ്ടായി. അപ്പോൾ പിന്നെ അതിൻ്റെ എന്താ പറയുക,
എങ്ങനെ ക്ഷേമം ഉണ്ടാകും ചോദിച്ചില്ലേ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. രാജാവില്ലാതായി വരുമ്പോൾ ചോരാതിപീഡയുണ്ടാകുമെന്നുള്ള ഭയം നിമിത്തം രാജസ്ഥാനത്തിൽ ഇരിപ്പാൻ യോഗ്യനാണെന്ന് അറിഞ്ഞിരുന്നിട്ടും ഇവനെ രാജാവായി നിശ്ചയിച്ചു. ഇപ്പോൾ ഇവനിൽ നിന്ന് തന്നെ അധർമ്മരൂപമായ ഭയം ലോകത്തിന് നേരിട്ടിരിക്കുന്നു. സജ്ജനങ്ങൾക്ക് ക്ഷേമത്തിനുള്ള മാർഗം ഏതാണെന്ന് തീർച്ചപ്പെടുത്തണമല്ലോ. സജ്ജനങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു വാക്ക്. ഇനി പത്താമത്തെ ശ്ലോകം 3 വരിയാണ്. അഹേരിവ പോഷകസ്യാപ്യനർത്ഥഭൃത് വേന പ്രകൃതൈവ ഖല സുനീധാർ ഗർഭസംഭവ. ഈ വേനൻ എങ്ങനെ ഉണ്ടായത്? സുനീതി ഗർഭസംഭവ നിരൂപിത പ്രജാപാല സ ജിഘാം സദേവൈ പ്രജാഹാം. അനന്താ വാക്കർത്ഥം പറയാ. സർപ്പത്തിൻ്റെ പാൽ കൊണ്ടുള്ള പോഷണം എന്ന പോലെ എന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ വിഷം കൊണ്ട് അല്ല, അങ്ങനെയല്ലേ പറയാ. പോഷകനും അനർത്ഥകരം. സുനീതയുടെ ഗർഭത്തിൽ നിന്ന് സംഭവിച്ചതിനും പ്രകൃത്യ ഏവ സ്വഭാവത്താൽ തന്നെ നഷ്ടനുമായ വേനൻ പ്രജകളെ പരിപാലിക്കുന്നവനായിട്ട് നിരൂപിക്കപ്പെട്ടു. അവൻ തന്നെ പ്രജകളെ ഹിംസിപ്പാനിച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ. പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. പാമ്പിന് പാൽ കൊടുത്ത് വളർത്തിയവന് തന്നെ അനർത്ഥം നേരിടുന്നത് പോലെ. പാല് കൊടുത്ത് വളർത്തിയുള്ള പാമ്പിന് അമൃത് കിട്ടില്ല, പിന്നെന്താ കിട്ടുക? വിഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് തന്നെ അനർത്ഥം നേരിട്ടുമല്ലോ. മൃത്യുവിൻ്റെ പുത്രിയായ ഇവിടെയാണ് കഥ. മൃത്യുവിൻ്റെ പുത്രിയായ സുനീതയുടെ പുത്രനായ വേനൻ ജന്മം മുതൽക്ക് തന്നെ ദുഷ്ടൻ. പ്രജാപരിപാലനത്തിൽ അവനെ നമ്മൾ നിശ്ചയിക്കുകയും ചെയ്തു. ഇപ്പോൾ അവൻ തന്നെ പ്രജകളെ ഹിംസിക്കുന്നു. അവൻ്റെ പാപാചരണത്തിന് നമ്മൾ കൂടെ ഭാഗവാക്കുകളായി ഭവിച്ചു. ഒരു വലിയൊരു ആത്മകഥ വിട്ടത് ഇദ്ദേഹം. അതിൻ്റെ ശേഷം 11ാമത്തെ ശ്ലോകം പറയണു. തഥാപി സാന്ത്വയേമാമും നാസ്മാം സ്ഥൽപാദകം സ്പൃശേത് തദ്വിദ്വൽഭിരസ്തവൃത്തോ വേനോ അസ്മാഭികൃതോ നൃപാം. എങ്കിലും ഇവനെ സമാധാനിപ്പിക്കണം. അവൻ ചെയ്യണം പാപകർമ്മം. അവൻ ചെയ്യുന്ന പാപകർമ്മം നമ്മളെ സ്പർശിക്കരുത്. അസത് വ്യാപാരം നടത്തുന്നവനായ വേനൻ അതിനെ അറിഞ്ഞിരുന്ന നമ്മളാൽ രാജാവായി നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെ ഒരു ഏകകണ്ഠേന ഒരു റിസോൾവ് അല്ലേ, ഒരു പ്രത്യയശാസ്ത്രം പാസ് ചെയ്തു. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? അവൻ സന്മാർഗം തെറ്റി നടക്കുന്നുവെങ്കിലും നമ്മൾ അവനെ യുക്തിവചനങ്ങൾ കൊണ്ട് നല്ല മാർഗത്തിൽ നടത്തിക്കണം. എന്നാൽ അവൻ്റെ പാപ ആചാരത്തിൻ്റെ ഫലം നമ്മളെ ബാധിക്കാതെ കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അവൻ ദുർവൃത്തനാണെന്നറിഞ്ഞിരുന്നിട്ടും അവനെ രാജാവാക്കിയത് നമ്മളാകയാൽ അവൻ്റെ പാതകം നമ്മളെ ബാധിക്കാതിരിക്കുകയില്ല. അതിനാൽ അവനോട് സതുപദേശം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് തീരുമാനത്തിലെത്തി. സാന്ധിതോ യതിനോ വാചാന ഗ്രഹീഷ്യത്യധർമ്മകൃത് ലോകാധികാരസന്ധക്തം ദഹ്യ ക്ഷാമസ്വതേജസാം. പറയണു വാക്കാർത്ഥം. സാന്ത്വനം ചെയ്യപ്പെട്ടിട്ടും അധർമ്മം ചെയ്യുന്ന അവൻ നമ്മളുടെ വാക്കിനെ ഗ്രഹിക്കയില്ലെങ്കിൽ ലോകത്തെ ധിക്കരിച്ചതിനാൽ വേണ്ടതുപോലെ ദഹിപ്പിച്ചിരിക്കുന്നവനെ നമ്മളുടെ കോപാഗ്നിയാൽ ദഹിപ്പിക്കണം എന്നാ അതിന് ഭാവാർത്ഥം.
അധർമ്മതൽപരനായ അവൻ, വ്യാനൻ, നമ്മളുടെ അനുനയവാക്യത്തെ സ്വീകരിക്കാത്ത പക്ഷം, അങ്ങനെയാവാലോ, ലോകത്തെ ധിക്കരിച്ചതായ പാപത്താൽ തന്നെ മൃതപ്രായനായിരിക്കുന്ന അവനെ നമ്മളുടെ കോപാഗ്നിയിൽ ദഹിപ്പിച്ചു കളയാം. ലോകരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന ആ പ്രവൃത്തി നമ്മൾക്ക് ചെയ്യുവാൻ പാടില്ലാത്തതല്ലോ എന്ന് ഒരു ഗുണ്ട് പൊട്ടിക്കുകയും ചെയ്തു അവിടെ, അല്ലേ? ഇനി 13-ാമത്തെ ശ്ലോകം. ഏവം മധ്യവസായേനം മുനയോ ഗൂഢമന്യവാ ഉപവ്രജ്യാബ്രുവൻ വേനം സാന്ത്വയിത്വാ സസാമഭീം. ഇപ്രകാരം നിശ്ചയിച്ചിട്ട് ഗൂഢമായ കോപത്തോടു കൂടിയ മുനികൾ ഇവനെ പ്രാപിച്ചിട്ട് സാമങ്ങൾ കൊണ്ട് സാന്ത്വനം ചെയ്തിട്ട് വേനനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇപ്രകാരം നിശ്ചയിച്ച മുനികൾ പുറമേ കോപത്തെ പ്രകാശിപ്പിക്കാതെ വേനൻ്റെ സമീപത്ത് ചെന്ന് സാമവാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കുവാനായി ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. മുനയാ ഊജുഹു, മുനീശ്വരന്മാരെന്താ പറഞ്ഞത്? നൃപവര്യാ നിബോധേദ്യർത്ഥേ വിജ്ഞാപയാമഭോ ആയുശ്രീ ബലകീർത്തീനാം തവ താതാ വിവർദ്ധനം. രാജശ്രേഷ്ഠ, അല്ലയോ രാജശ്രേഷ്ഠ, ഞങ്ങൾ അങ്ങയെ അറിയിപ്പിക്കുന്നുവോ? ഞങ്ങൾ എന്താണ് ഇപ്പോൾ അങ്ങയെ അറിയിപ്പിക്കുന്നത്? ഇതിനെ ബോധിച്ചാലും ഞങ്ങൾ പറയുന്നതിന് അങ്ങ് ബോധിക്കണം. വത്സ, അങ്ങയുടെ ആയു ശ്രീ ബലകീർത്തനാം, ആയുസ്, ഐശ്വര്യം, ബലം, കീർത്തി ഇവയുടെ വിവർദ്ധനം അഭിവൃദ്ധികരമാണ്. ഇവയെ നമ്മൾ എന്ത് വേണം? മാർക്കറ്റ് ചെയ്യണം. അതിനാണല്ലോ ഈ അംബാസഡർമാരും എന്താ പറയുക, കൗൺസിലേറ്റ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ 15-ാമത്തെ ശ്ലോകം പറയണു. ധർമ്മ ആചരിത പുംസാം വാഗ്മനക്കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിതരത്യധാനന്ദ്യം അസംഗിനാം. പുരുഷന്മാരുടെ വാക്ക്, മനസ്സ്, ബുദ്ധി ഇവയാൽ ആചരിക്കപ്പെട്ട ധർമ്മം ദുഃഖമില്ലാതിരിക്കുന്ന ലോകങ്ങളെ വിതരതി നൽകുന്നു. എന്നാൽ സംഘരഹിതന്മാർക്ക് അവസാനമില്ലാത്തതായ ഫലത്തെയും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയണം. അതെന്താ? ഭാവാർത്ഥം പറയണം. 8 ശ്ലോകം കൊണ്ട് മുനിമാർ രാജാവിനോട് സതുപദേശം ചെയ്യുന്നു. ഒന്നാമതായിട്ട് സാധാരണ ധർമ്മത്തെ പറയുന്നുണ്ട്. ഹേ രാജൻ, ജനങ്ങളുടെ വാക്ക്, മനസ്സ്, ശരീരം, ബുദ്ധി എന്നിവയാൽ ആചരിക്കുന്ന ധർമ്മം അവരുടെ ശരീരനാശത്തിനു ശേഷം ദുഃഖമേശമില്ലാത്തതായ സ്വർഗാദി ലോകങ്ങളെ നൽകുന്നു. അതാണ് കാര്യം. സ്വർഗാദി എന്നിട്ടോ ഈശ്വര നൽകുന്നു. സ്വർഗാദി ഭോഗങ്ങളിൽ കാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധ്യ ധർമ്മം ചെയ്യുന്നവർക്ക് സായുജ്യത്തെയും കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ സ്റ്റൈൽ എന്താ? മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഭഗവാൻ അതിന് നല്ല റെമ്യൂണറേഷൻ തരാതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ ശ്ലോകം. സതേ മാ വിനേശത് വീര പ്രജാനാം ക്ഷേമലക്ഷണ യസ്മിൻ വിനഷ്ടേ നൃപതിർ ഐശ്വര്യ ദേവരോഹതി. ഹേ ശൂര, അങ്ങയുടെ പ്രജകളുടെ
അതെ, ക്ഷേമമാകുന്ന ലക്ഷണത്തോടു കൂടിയ അത് ഏതാച്ചാൽ അത് നശിക്കാതിരിക്കണം. യാതൊന്ന് നഷ്ടമാകുന്ന സഭയിൽ രാജാവ് ഐശ്വര്യത്തിൽ നിന്ന് അവരോഹതി ഇറങ്ങുന്നതല്ല എന്ന് ഒരു സ്റ്റാൻഡേർഡ് കാഴ്ചപ്പാടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരെ പറയണു. അല്ലയോ ശൂരനായ രാജാവേ, പ്രജകളെ ക്ഷേമത്തോടുകൂടെ സംരക്ഷിക്കുന്നതായ അങ്ങയുടെ ആ ധർമ്മം നശിക്കാതെ നോക്കേണ്ട ആവശ്യം. അതിൻ്റെ നാശത്തിൽ രാജാവ് ഐശ്വര്യഭ്രഷ്ടനാവും. അത് പാടില്ല, ഐശ്വര്യഭ്രഷ്ടനാവാൻ പാടില്ല. ഇത് അങ്ങയ്ക്ക് മാത്രമല്ല എല്ലാ രാജാക്കന്മാർക്കും സമാനമാണെന്ന് ധരിച്ചുകൊള്ളുക. ഇനി 17ാമത്തെ ശ്ലോകം. രാജന്ന സാധ്വമാദേഭ്യശ്ചോരാദിഭ്യ പ്രജാനൃവാം രക്ഷൻ യഥാ ബലിം ഗൃണ്ണൻ ഇവ പ്രേത്യാചമോദതേ. എന്താണ് പറഞ്ഞത്? ഹേ രാജാവേ, അസാധുക്കളായ മന്ത്രിമാരിൽ നിന്നും ചോരാദികളിൽ നിന്നും പ്രജകളെ രക്ഷിക്കുകയും ക്രമപ്രകാരം പിടിക്കുകയും ചെയ്യുന്ന രാജാവ് ഇഹത്തിലും പരത്തിലും സന്തോഷിക്കണമെന്നാണ് പറഞ്ഞത്. ആനന്ദം ഇഹത്തിലും പരത്തിലും. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറയുന്നത്. ഹേ രാജൻ, കൈക്കൂലി വാങ്ങുക, കളവ് പറയുക മുതലായ ദോഷപ്രവർത്തികളുള്ള മന്ത്രിമാരിൽ നിന്നും കള്ളന്മാർ മുതലായവരിൽ നിന്നും പ്രജകൾക്ക് ഉപദ്രവം നേരിടാത്ത വിധത്തിൽ രക്ഷിക്കുകയും ശാസ്ത്രീയ രീതിയെ അനുസരിച്ച് നികുതി പിരിക്കുകയും ചെയ്യുന്ന രാജാവ് ജീവിച്ചിരിക്കുന്ന കാലം ഈ ലോകത്തിലും മരിച്ചതിൽ പിന്നെ പരലോകത്തിലും സന്തുഷ്ടനായിരിക്കും എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ലോകാസമസ്താസുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.